നമസ്കാരം. വീട്ടിൽ വളർത്താവുന്ന മരങ്ങൾ ചില ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ കുറച്ച് മരമുണ്ട്, അത് വെട്ടിക്കളയണോ? തെക്ക് ഭാഗത്ത് ഇന്ന മരമുണ്ട്, വടക്ക് ഭാഗത്ത് പുളിയുണ്ട്, എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. പൊതുവെ പറഞ്ഞാൽ വീട്ടിൽ ധാരാളം സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള കുറേ വൃക്ഷങ്ങളൊക്കെ വളർത്താൻ പറ്റും. നമ്മുടെ വീടിൻ്റെ മുൻവശ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് മല്ലി നട്ടുപിടിപ്പിക്കാം, പാരിജാതം വളർത്താം, വശങ്ങളിലായിട്ട് നമുക്ക് ചെമ്പകം നട്ടു വളർത്താം. ഏതെങ്കിലും ഇടതുവശത്തോ വലതുവശത്തോ. തെക്ക് വശത്തൊക്കെ മിക്കവാറും എല്ലാ വീടിനും പുളിയൊക്കെ നിൽക്കുന്നത് നല്ലതാണ്. ചെമ്പകം നട്ടുപിടിപ്പിക്കാം. നീല ശംഖുപുഷ്പം നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടതുവശത്തോ വലതുവശത്തോ നീല ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കാം. വെള്ള മന്ദാര ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കാം. തൊഴുകണ്ണി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അത് വേണമെങ്കിൽ വളർത്താം. വയമ്പ് മരമൊന്നും അങ്ങനെ അധികം പറമ്പുണ്ടെങ്കിൽ നടും, അത് വല്ല കാട്ടിലും മട്ടിലൊക്കെ കാണുന്നെങ്കിലും ഇപ്പോൾ 5 സെന്റ് 3 സെന്റ് 4 സെന്റിലൊക്കെ വീടുകൾ വെക്കുന്നവർക്ക് ഇതൊന്നും നടാൻ സ്ഥലമില്ല. ഇനി അഥവാ ഫ്രണ്ടിൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വയമ്പ് വളർത്തുന്നതിൽ തെറ്റില്ല. ആ വൃക്ഷം നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് നമുക്ക് നല്ലതാണ്. വയമ്പ്, അത്തി, അരയാല്, അതുപോലെ തന്നെ പന, കടച്ചക്ക, ഇങ്ങനെയുള്ള മരങ്ങളൊന്നും നട്ട് വളർത്താതിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ കടച്ചക്ക എല്ലാവരും വീട്ടിലുണ്ട്. കടച്ചക്ക അധികം വളർത്താതിരിക്കുന്നതല്ല. തനിയെ വളരുകയാണെങ്കിൽ പോലും ചിലവർ അത് പറിച്ച് വിറ്റ് കാശുണ്ടാക്കുക, എന്നിട്ട് പറയും ആരാ പറഞ്ഞ് വളയ്ക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. അപ്പം അതുപോലെ അത്തിച്ചെടി നടത്താം. അരയാൽ നമുക്ക് പാടില്ല. അതുപോലെ പന നടുന്നത് നല്ലതല്ല. പന അങ്ങനെ ആരും നടാറില്ല. ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ, പഴയ പറമ്പിലൊക്കെ അത് തനിയെ മുളച്ചു വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത് വളരാൻ സമ്മതിക്കാതെ വെട്ടിക്കളയുന്നത് നന്നായിരിക്കും. അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് നടാൻ പറ്റുന്ന വൃക്ഷങ്ങളാണ് മല്ലി, പാരിജാതം, വശങ്ങളിൽ ചെമ്പകം, നീല ശംഖുപുഷ്പം, വെള്ള മന്ദാരം, തൊഴുകണ്ണി, ഇവയൊക്കെ വളർത്താം. വയമ്പെന്ന് പറയുന്ന വൃക്ഷം കിട്ടുകയാണെങ്കിൽ അത് നട്ട് വളർത്താം. ഇല്ലെങ്കിൽ നല്ല പശയില്ലാത്ത ചെടികൾ വളർത്തരുത്. പശയുള്ള ചെടികൾ വളർത്തരുത്. പിന്നെ നല്ല പൂക്കളോ പുഷ്പങ്ങളോ ഒക്കെ ഉള്ള കൊച്ചു കൊച്ചു ചെടികളൊക്കെ വളർത്തുന്നത് ഉത്തമമായിരിക്കും. പുളി വീടിൻ്റെ തെക്ക് ഭാഗത്തൊക്കെ പുളി നിൽക്കുന്നത് നല്ലതാണ്. കറക്റ്റ് തെക്ക് ഭാഗത്ത്, തെക്ക് അതിർത്തിയിലൊക്കെ പുളി വന്ന് വളരുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടി നശിപ്പിക്കാതെ ആ ഭാഗം നോക്കി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ വീടിന്, ചിലവർ വീട് പണിയുന്ന സമയത്തൊക്കെ അത് വെട്ടിക്കളയൊക്കെ ചെയ്യും. മാക്സിമം അത് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ചിലവർ വീടിന് മുൻപ് നെല്ലിയൊക്കെ വളർത്താറുണ്ട്. നെല്ലി വളർത്തുന്നതിന് വിരോധമില്ല. പക്ഷേ ഇതൊന്നും കൂവളം, നെല്ലി ഇങ്ങനെയുള്ള മരങ്ങളൊന്നും കേടായി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം.